ബേക്സ് ഡിലൈറ്റ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ അപ്ലോഡ് ചെയ്ത ഫ്രൈഡ് പ്രോൺസിന്റെ വീഡിയോ നിങ്ങളൊക്കെ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നല്ല എളുപ്പത്തിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. ബീഫ് സ്റ്റീക്ക്. എങ്ങനെയാണ് ഈ ബീഫ് സ്റ്റീക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നതെന്നാണ് ഇന്നത്തെ വീഡിയോ. നമ്മുടെ വീട്ടിൽ സാധാരണ ഉള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ ബീഫ് വാങ്ങിക്കുമ്പം ഇതുപോലെ കട്ടിയുള്ള പീസായിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ബീഫ് സ്റ്റീക്കിന് ആയിട്ട് തന്നെ മുറിച്ച് വെച്ചേക്കുന്നതൊന്ന് നോക്കി മേടിക്കാം. എന്നിട്ട് ഇതിനെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഇതിൻ്റെ വെള്ളം മുഴുവനും ഇങ്ങനെ ഒപ്പിക്കളയണം. ഇനി നമുക്കിതിനെ മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാനായിട്ട് കുറച്ച് ഒലിവ് ഓയിൽ എടുത്ത് ആദ്യം ഇതിലൊന്ന് തേച്ച് കൊടുക്കണം. ഒലിവ് ഓയിൽ ഇല്ലെങ്കിൽ വേറെ വെജിറ്റബിൾ ഓയിൽസ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഒലിവ് ഓയിൽ ഇട്ടാൽ നല്ല ഒരു ഫ്ലേവർ ഈ ബീഫ് സ്റ്റീക്കിന് കിട്ടും. അതിനുശേഷം കുറച്ച് പെപ്പർ ഇട്ട് കൊടുക്കുക. പെപ്പർ നമ്മുടെ എരിവ് അനുസരിച്ച് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. നന്നായിട്ട് കൈ കൊണ്ട് അതിനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഈ സൈഡിലും കുറച്ച് ഉപ്പിട്ട് കൊടുക്കുക. കുറച്ച് ചതച്ച വെളുത്തുള്ളിയും കൂടെ ഇതിൻ്റെ മുകളിലൊന്ന് തേച്ച് കൊടുക്കുക. ഇതുപോലെ ഒരു 20 മിനിറ്റെങ്കിലും ഇങ്ങനെ മാരിനേറ്റ് ചെയ്തിട്ട് വെച്ചേക്കുക. ചൂടായ പാനിലേക്ക് ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ഇട്ട് കൊടുക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ സ്റ്റീക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാം. കുറച്ച് ബട്ടർ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. കുറച്ചൊരു വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. ഈ സ്റ്റേജിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ വേറെ ഫ്ലേവേഴ്സിനായിട്ടുള്ള വേറെ ഹേർബ്സ് ആഡ് ചെയ്യാം. തൈമ്, റോസ്മേരി ഒക്കെ നല്ലൊരു ഫ്ലേവർ കൊടുക്കും ഈ സ്റ്റീക്കിന്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഈ ബട്ടറും ഒലിവ് ഓയിലും ചേർന്നത് ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കൊടുക്കാം. ഇത് റെഡി ആയിട്ടുണ്ട്. ഈ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾസ്, നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിൻ്റെ കൂടെ ഉള്ളൊരു കോമ്പിനേഷനായിട്ട് കഴിക്കാൻ നല്ലതാണ്. ഒത്തിരി കുക്കാവരുത്, ജസ്റ്റ് സോട്ട് ചെയ്ത് എടുക്കുക. കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ബീഫിൻ്റെ ഫ്ലേവറും ബട്ടറും എല്ലാം കൂടി ചേർന്ന് നല്ല ഒരു ടേസ്റ്റി ആയിട്ട് വെജിറ്റബിൾസ് നമുക്ക് കഴിക്കാം.